നിങ്ങളില്ലേ, നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ നിങ്ങളുടെ അപ്പനമ്മമാർക്ക് എന്തെങ്കിലും പോക്കറ്റ് മണിയായിട്ട് കൊടുക്കണമല്ലോ. അതൊരു നല്ല കാര്യമാണ്. അവർക്ക് എത്ര സന്തോഷമായിരിക്കും എന്നറിയാമോ? അവർക്കിപ്പോൾ എത്ര കാശുണ്ടായാലും ശരി, അവർ നമ്മളെ വളർത്തി നമ്മളെ പഠിപ്പിച്ച് നമുക്ക് ഇത്രയും നല്ല ജോലിയൊക്കെ അല്ലേ കിട്ടണത് അവർ കാരണമാണല്ല. അപ്പോൾ അവർക്ക് എത്ര കാശുണ്ടെന്നൊന്നും നോക്കണ്ട. അവർക്ക് ഒരു പോക്കറ്റ് മണി പോലെ മക്കളായ നമ്മളത് അവർക്ക് കൊടുക്കണം. അതൊരു അനുഗ്രഹമാണ്. നമ്മുടെ മക്കൾക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറും. അനുഭവം കൊണ്ട് പറയണേണ്, നിങ്ങളത് ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ അർഹതപ്പെട്ട ഇപ്പം തൊട്ട് അയൽവാസിയായിരിക്കാം, അവർക്ക് ഒരുപാട് കഷ്ടപ്പാടായിരിക്കാം. നമ്മൾ അത് മറ്റുള്ളവരെ അറിയണ്ടെന്നേ, നമ്മൾ കൊടുക്കുന്നത് ഒരാളും അറിയണ്ട. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഫോട്ടോ എടുത്തിട്ട് പബ്ലിക്കിനെ കാണിക്കാനല്ല. അത് അവർക്കൊരു ദ്രോഹമായിട്ട് മാറും. അപ്പം അങ്ങനെയല്ല, അർഹതപ്പെട്ടവർക്ക് നമുക്ക് എന്തെങ്കിലും മാസം സാലറി കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കണം. നമ്മളൊന്ന് പ്രാർത്ഥിക്കണില്ല. ദൈവത്തിനും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ഒരുപാട് ഓടി നടന്ന് പ്രാർത്ഥനയിലും നല്ലത് എന്താണെന്ന്, നല്ല പ്രവൃത്തികളാണ്. നമ്മളത് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിയാണ് പ്രാർത്ഥന കേട്ടോ. അപ്പം പ്രത്യേകിച്ച് അപ്പനമ്മമാർക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവരെ കാഴ്ചകൾ കാണിക്കുക. പ്രായമുള്ളവരാണെങ്കിൽ അവരെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകണം. അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അവർക്ക് പോക്കറ്റ് മണിയായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ നമ്മൾ സമ്മതിക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുക.